ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഇർഷിദാസ് മെഡ്പോളിയോ. എന്നെ പോലെ തന്നെ നിങ്ങളിൽ പലരും പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും അല്ലേ? പലപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നടക്കുന്നില്ല. നമ്മുടെ എല്ലാ തോട്ട്സും നെഗറ്റീവായിട്ട് വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും കൂടുതലും നെഗറ്റീവായിട്ട് നിൽക്കുന്നു. പലപ്പോഴും ഇത്തരം ചിന്തകൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് തകർക്കുന്നതിനും ഇനി മുന്നോട്ട് നമുക്കൊരു സക്സസ് ഇല്ല എന്ന തരത്തിലുള്ള ഡിപ്രസീവ് തോട്ട്സിലേക്കും എല്ലാം തന്നെ ഇത് വഴിമാറാറുണ്ട് അല്ലേ? നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കുന്നത് മൂലം വിമർശനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റെയ്മൻ ഹോളിവെൽ എന്ന ഗ്രന്ഥകാരൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദ വൈസ് മാൻ ചേഞ്ചസ് ഹിസ് മൈൻഡ് ആൻഡ് ദ ഫൂൾ വിൽ നെവർ. എന്ന് വെച്ചാൽ, ബുദ്ധിയുള്ള ഒരു വ്യക്തി അയാളുടെ മനസ്സിനെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും, എന്നാൽ ബുദ്ധിഹീനൻ അത് ചെയ്യില്ല എന്നാണ്. ശാസ്ത്രം പറയുന്നത് ഒരു വ്യക്തി 24 മണിക്കൂറിൽ ഏകദേശം 30,000 മുതൽ 50,000 വരെ ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിൽ 70 മുതൽ 80% ചിന്തകളും നെഗറ്റീവ് ആണെന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇതൊന്നും നമ്മുടെ കുഴപ്പമല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ കൂടുതലായിട്ടും നെഗറ്റീവ് ചിന്തകളിലൂടെ തന്നെ കടന്നു പോകുന്ന ആളുകളാണ്. പക്ഷെ ഇത്തരം ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റാം? എന്നെ പോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. ഏറ്റവും പ്രധാനമായിട്ട് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത്തിൽ നിന്ന് റിവേഴ്സ് ഗിയർ ഇട്ട് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ കുട്ടികളെ എടുത്തു നോക്കിയാൽ ഒരു എക്സാം വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ചിന്തിക്കുക, എന്നെ കൊണ്ട് ഇത്രയൊന്നും പറ്റില്ല, ചിലപ്പോൾ എനിക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇത്ര പോർഷനേ പഠിച്ചിട്ടുള്ളൂ എന്നല്ലേ ചിന്തിക്കാറ്? ഞാനും അങ്ങനെ തന്നെയാണ്. നോർമലി എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. കുട്ടികളുടെ കാര്യമല്ല, ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആദ്യമേ നമ്മുടെ മൈൻഡ് അങ്ങ് പറയും നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ? അവിടെയാണ് നമ്മൾ മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞത്. ഇത്തരം ചിന്തകൾ വരുമ്പോൾ നമുക്ക് പിന്നെ അതിനു വേണ്ടി പ്രയത്നിക്കാൻ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡും കൂടെ നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി മാറ്റി ചിന്തിക്കണം. ഇനി ഒരു എക്സാം വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ പറയാം, ഇതെനിക്ക് പറ്റും, കാരണം എത്രയോ പരീക്ഷകൾ ഞാൻ പാസ്സായിട്ടിരിക്കുന്നു, അപ്പൊ ഈ പരീക്ഷയും ഡെഫിനറ്റ് ആയിട്ടും എനിക്ക് പാസ്സാവാൻ പറ്റും എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യണം എന്ന് നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടെ കിട്ടുകയും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്ത് കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും നമുക്ക് പറ്റും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഓൾവേസ് താങ്ക്ഫുൾ ഫോർ ഓൾ യു ഹാവ്. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ കുറച്ച് ഓക്വേർഡ് ആയിട്ട് തോന്നിയെങ്കിലും എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു സാധനം തന്നെയായിരുന്നു നന്ദി എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ, ഇത്ര നല്ല ഫാമിലി, ഇത്ര നല്ല വീട്, ഇത്ര നല്ല സാഹചര്യം എല്ലാം ഉണ്ട് അല്ലേ? അതിനൊന്നും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇതൊക്കെ എനിക്കുണ്ടല്ലോ എന്ന് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് കാണില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് ഇത്ര നല്ല വീടുണ്ട്, എനിക്ക് ഇത്ര നല്ല ഫാമിലി ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴും ദൈവത്തോട് ഇങ്ങനെ നന്ദി പറയുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറും. പിന്നെ നമ്മൾ വാവ്, അല്ല, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്നർ പീസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് കിട്ടും. അപ്പം എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ്. നമ്മൾ ഇപ്പം പ്രസന്റിൽ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, എനിക്ക് മുമ്പ് ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിച്ചത്, അതുകൊണ്ട് എനിക്കിനി വയ്യ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകാറ്. അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഭാവി, എനിക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്, ഞാൻ മാത്രം ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഭാവിയെ പറ്റിയുള്ള അനാവശ്യമായിട്ടുള്ള വ്യാകുലതകളും കൊണ്ട് നമ്മളൊന്നും ചെയ്യാതെ അങ്ങിരിക്കുക. അതാണ് പലപ്പോഴും പലർക്കും സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെ ഇനി പറ്റി ചിന്തിച്ചിട്ടേ കാര്യമില്ല. പക്ഷെ നമ്മൾ ഇപ്പം എന്താണോ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് ആയിരിക്കും നമുക്ക് ഭാവിയിൽ വരിക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്താണോ ഭാവിയിൽ ആവശ്യം അത് നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിനിപ്പം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച്
ഈ സമയം ഏറ്റവും വർത്ത്ഫുൾ ആയിട്ട് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ പറഞ്ഞു നമ്മുടെ ചിന്തകളിൽ 80% നെഗറ്റീവ് തോട്ട്സ് ആണ് വരുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മളൊരു നെഗറ്റീവ് കാര്യം പറഞ്ഞാൽ അത് ഫീഡ് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിനുള്ള ടെൻഡൻസിയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പം എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം തന്നെ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ അത് തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിനക്കത് പറ്റില്ല, നിനക്കത് പറ്റില്ല, നിനക്കത് പറ്റില്ല എന്ന്. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്കത് കഴിയും ഒരു 10 തവണ നമ്മൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഫീഡ് ചെയ്തിട്ട് നമ്മൾ അതിങ്ങനെ റിമൈൻഡ് ചെയ്യും, യു ക്യാൻ ഡു ദാറ്റ്, നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുകൾക്കും ഹായ് അയാളോട് സംസാരിക്കുമ്പോൾ എന്തൊരു സമാധാനം എന്ന് തോന്നുന്ന ഒരു തരത്തിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് ഇത് സാധിക്കും. പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് നമുക്ക് നല്ല പോസിറ്റീവ് തിങ്കിങ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം പലപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ പുസ്തകങ്ങളൊന്നും ഉണ്ടാവില്ല. കൂടുതൽ സമയം നമ്മൾ ഫോണിലാണ് ചിലവഴിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബുക്ക് വായിക്കാനൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആർക്കും തന്നെ ഇല്ല അല്ലേ. അപ്പം നമുക്ക് ഫോണിൽ തന്നെ ഓഡിയോ ആയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ ഓഡിയോ രൂപത്തിൽ അവൈലബിൾ ആണ്. അപ്പം അത്തരത്തിലുള്ള ഓഡിയോസൊക്കെ കേൾക്കുന്നത് നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആക്കാനും നമുക്ക് തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനും അത് സഹായിക്കുന്നുണ്ട്. അപ്പം നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക. അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കുക. നമ്മൾ പ്രകൃതിയുടെ ഒരു പാർട്ടാണ് അല്ലേ. പ്രകൃതിയിലുള്ള മറ്റ് ജീവികളോട് ഒരു അനുകമ്പ ഉണ്ടാവുക. പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രകൃതി നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ് നമുക്ക് തരുന്നുണ്ട്. ഒരു പോസിറ്റീവ്നെസ് നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടും. അപ്പോൾ പ്രകൃതിയെ എപ്പോഴും സ്നേഹിക്കുക. പ്രധാനമായിട്ടും നമ്മുടെ ചിന്തകൾ 2 തരത്തിലാണ്, ടുവേർഡ്സ് തിങ്കിങ് ആൻഡ് എവേ ഫ്രം തിങ്കിങ്. നമ്മളെപ്പോഴും ടുവേർഡ്സ് തിങ്കിങ് ഉള്ളവരായിരിക്കണം. ടുവേർഡ്സ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു എയിം ഉള്ളവരായിരിക്കും. ഇത്ര കാലം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാവരും അല്ലേ. അപ്പം ആ കാര്യങ്ങളിലോട്ട് എത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ആ കാര്യങ്ങളിലോട്ട് എങ്ങനെ എത്താം എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. കൂടുതലും നമ്മുടെ ചിന്തകൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റേത് എവേ ഫ്രം തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ വേറെ കാര്യങ്ങൾ പലതും ചിന്തിച്ചുകൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ ടുവേർഡ്സ് തിങ്കിങ് ഉള്ളവരായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കാം. ഒപ്പം തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിങ്ങളിൽ നിന്നും ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.